Shafir? Please sit down. Rhinoplasty. റൈനോപ്ലാസ്റ്റി ചെയ്താൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. മതി. ഫസ്റ്റ് റൈനോപ്ലാസ്റ്റി ചെയ്യുക. ഇത് ചെയ്താലും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആവും. സോ ഫസ്റ്റ് എല്ലാം பண்ணணும். കുറച്ച് മാസ്കുലിൻ ആണോ? ഇംപ്രൂവ്മെന്റ് അത്ര. ഓക്കെ, അപ്പം ജീനിയോപ്ലാസ്റ്റിയും റൈനോപ്ലാസ്റ്റിയും ചെയ്തു. സൂപ്പർ ആവും. വേറെ ഒന്നും വേണ്ട. പക്ഷെ ഷേവ് ചെയ്യണം. സ്കാനാ. അപ്പം ജീനിയോപ്ലാസ്റ്റി ചെയ്താൽ എന്താവും ചോദിച്ചാൽ നിങ്ങൾ ഈ ജോ ലൈൻ കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ഇത് വളരെ സ്ട്രോങ് ആവും. കുറച്ചുകൂടെ ഒരു മാസ്കുലിൻ പേഴ്സണാലിറ്റി കിട്ടും. റൈനോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രൂവ്സ് ഉണ്ടല്ലേ, ഇത് മാറി കിട്ടും. നോസ് കുറച്ചുകൂടെ പ്രൊപ്പോർഷൻ കിട്ടും. ഡെപ്ത് കിട്ടും. ചെറുതായിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് ആവും. അപ്പം ഇത് രണ്ടും ചെയ്താൽ മാക്സിമം ഇമ്പ്രൂവ്മെന്റ് കിട്ടും. അത് മതിയാവും. എപ്പോൾ വേണം നിങ്ങൾ പുറത്ത് പറയാം. ഒന്നും തനിച്ച് പറയാം. എപ്പോൾ നിങ്ങൾക്ക് റെഡിയാക്കണം നമുക്ക് ചെയ്തു തരാം. മൊത്തത്തിൽ വരും. അത് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പക്ഷേ സർജറിന് മുമ്പ് നമുക്ക് ഒരു പ്രാവശ്യം ഷേവ് ചെയ്യണം. ക്ലീൻ ഷേവ് ചെയ്തിട്ട് വന്നാൽ മതി. ഒരു 10 ദിവസം ആവും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പല്ലില്ല, അത് വെച്ചോ. ഇത്രയും പല്ലില്ലെങ്കിൽ ഉള്ളിൽ പോകും. പിന്നെ 2 സൈഡല്ലേ, ഇവിടെ 1 ഇല്ല, ഇവിടെ 2 ഇല്ല, 3 ഇല്ല. അപ്പൊ അതെടുത്ത് ഇത് പെട്ടെന്ന് ചെയ്തോ, ഇല്ലെങ്കിൽ ഇത് ഉള്ളിൽ പോകും കുറച്ച്. ചെയ്യാം, നന്നായി റിസൾട്ട് കിട്ടും. അപ്പോയിന്റ്മെന്റ് മേടിച്ചാൽ മതി. അതേ സമയത്തുള്ള പല്ല് വേണമെങ്കിൽ പല്ലും ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് പല്ല് വേറെ ഡോക്ടറിന്റെ അവർ ചെയ്തു തരാം. ഒന്നേ സമയത്തിന് എല്ലാം ഫിനിഷ് ആവും. ശരിയാണ്. റൈനോ ജീനിയോ നമ്മൾ എത്തിച്ചോടെ ചൊല്ലുന്നത്. ശരി. താങ്ക് യു.